ഹംപി കൂട്ടബലാത്സംഗ കേസിൽ മൂന്നാമത്തെ പ്രതിയും പിടിയിൽ. തമിഴ്നാട്ടിൽ നിന്നും ഇയാളെ പിടികൂടിയെന്ന് കർണാടക മന്ത്രി ശിവരാജ് തങ്കരടി വ്യക്തമാക്കി. ആയിഷത്തുൽ ഷംന കൂടുതൽ വിവരങ്ങൾ നൽകും. ഷംന, രാജ്യത്തെ ഒന്നാകെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു ഹംപിയിലെ കൂട്ടബലാത്സംഗം. അതിലിപ്പോൾ മൂന്നാമത്തെ പ്രതി പിടിയിലായിരിക്കുന്നു എന്ന് പറയുന്നു. വിശദാംശങ്ങൾ എങ്ങനെയാണ്? ആര്യ, രാജ്യത്തെ ഒന്നാകെ ഞെട്ടിച്ച, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു ഹംപിയിലെ കൂട്ടബലാത്സംഗ കേസ്. ഈ വിദേശ വനിതയടക്കം വനിതാ ദിനത്തിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട വാർത്ത. അതിൽ കഴിഞ്ഞ ദിവസം 2 പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ മൂന്നാമത്തെ ആൾ എന്നത് വലിയ ചോദ്യമായിരുന്നു. പോലീസിനെ ഏറെ പ്രതിസന്ധിയിലാക്കിയ ഒരു ചോദ്യം കൂടിയായിരുന്നു. സമീപവാസികൾ, കർണാടക സ്വദേശികളായ യുവാക്കൾ തന്നെയാണ് ഈ യുവതികളടക്കം 5-അംഗ സംഘത്തിനെ ആക്രമിച്ചതും യുവതികളെ ബലാത്സംഗത്തിന് ഇരയാക്കിയതും എന്ന വാർത്തകളൊക്കെ വന്നിരുന്നു. ഇത് സംബന്ധിച്ച നിർണായക CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലും ഒപ്പം തന്നെ നേരത്തെ പിടിയിലായ 2 പേരുടെ മൊഴിയുടെ 2 പേരെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ഈ മൂന്നാമത്തെ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് സഹായകരമായത്. ഒപ്പം തന്നെ ഇയാൾ കുറ്റകൃത്യത്തിന് ശേഷം വനിതാ ദിനത്തിൽ ആണ് ഈ യുവതികൾ ആക്രമിക്കപ്പെടുന്നത്. അതിനുശേഷം കുറ്റകൃത്യത്തിന് ശേഷം ഇയാൾ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. അവിടെ തമിഴ്നാട്ടിലെ ഒരു ഉൾഗ്രാമത്തിൽ നിന്നാണ് ഇയാളെ പിടികൂടിയതെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം ഇയാളുടെ പേര് ശരണപ്പ എന്നാണ്. മറ്റ് വിവരങ്ങളൊന്നും പോലീസ് അറിയിച്ചിട്ടില്ല. എന്തായാലും ഇയാളെ തിരിച്ച് കർണാടകയിൽ കൊണ്ടുവന്നതിന് ശേഷമായിരിക്കും മറ്റ് കാര്യങ്ങൾ ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികൾ ഉണ്ടാവുക എന്ന് വ്യക്തമാക്കിയാണ്. നേരത്തെ തന്നെ 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയാണ് ഈ മൂന്നാമത്തെ പ്രതിയെ കൂടി കർണാടകയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമായിരിക്കും മറ്റ് നടപടികൾ ഉണ്ടാകുക. എന്തായാലും ഏറെ ആശ്വാസകരമായ വാർത്ത എന്ന് തന്നെ ഇപ്പോൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു. കർണാടകയിലെ 5-അംഗ സംഘം രാത്രി 11 മണിയോട് കൂടിയാണ് സനാപൂർ കനാലിന് സമീപത്ത് വെച്ച് ഇവർ ആക്രമിക്കപ്പെടുന്നത്. ഒപ്പം ഉണ്ടായിരുന്ന ഈ വിദേശീയ വനിതയും ഒപ്പം ഹോം സ്റ്റേ ഉടമയുമായ 2 യുവതികളും അവർക്കൊപ്പം ഉണ്ടായിരുന്ന 3 പുരുഷന്മാരെ കനാലിലേക്ക് തള്ളിയിട്ടതിന് ശേഷമായിരുന്നു ഈ യുവതികളെ ആക്രമിച്ചതും ബലാത്സംഗം ചെയ്തതും. ഒപ്പം ഇവരുടെ ഫോണും ബാഗും ക്യാഷും അടക്കം ഈ പ്രതികൾ പിടിച്ചെടുത്തതും. അതിനുശേഷം എന്തായാലും ഈ നിർണായക CCTV ദൃശ്യങ്ങൾ, കനാലിന് സമീപത്തെ ക്ഷേത്രത്തിൽ നിന്ന് കണ്ടെത്തിയ CCTV ദൃശ്യങ്ങൾ, ഈ പ്രതികളുടെ ചോദ്യം ചെയ്യലിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ, ഒപ്പം ഈ യുവതികളുടെ മൊഴി, ഇതൊക്കെ ഏറെ നിർണായകമായിരുന്നു. അത്തരം ആശ്വാസകരമായ വാർത്ത തന്നെയാണ് വരുന്നത്. ഒപ്പം തന്നെ ഈ യുവതികളുടെ ആരോഗ്യനില സംബന്ധിച്ചും ഇപ്പോൾ ഏറെ ആശ്വാസകരമായ വാർത്ത വരുന്നു. യുവതികൾക്ക് അവരുടെ നില മെച്ചപ്പെട്ടു, കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ തുടങ്ങി അവരുടെ മാനസികാരോഗ്യം കൂടി മെച്ചപ്പെടുന്നു എന്ന് കൂടി ഡോക്ടർമാർ വ്യക്തമാക്കുന്നു. ആര്യ, തീർച്ചയായും ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഹംപി കൂട്ടബലാത്സംഗ കേസിൽ മൂന്നാമത്തെ പ്രതിയും പിടിയിലായിരിക്കുന്നു എന്നുള്ള ഏറെ നിർണായകമായ വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്.